ഇന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പറയുന്നു. ഇതൊരു 2 പാർട്ട് സീരീസ് ആണ്. ആട് 3 ഒരു കൃത്യമായ സ്റ്റോറി ഉണ്ട്. ആട് 1 നീലക്കൊടുവേലി തപ്പി എല്ലാവരും കൂടെ ഓടുന്നു. സിമ്പിളാണ്. ഒരു നീലക്കൊടുവേലി എന്ന് പറയുന്ന സാധനം തപ്പി എല്ലാവരും കൂടെ. ആട് 2 കമ്മട്ടം എന്ന് പറയുന്ന സാധനമാണ്. ആ കമ്മട്ടത്തിന് പുറകെ എല്ലാവരും പോകുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള. ഇതിൽ അങ്ങനെ ഒരു സിമ്പിൾ പരിപാടിയല്ല. കാരണം ഞങ്ങൾ വിചാരിച്ചത് ട്രെയിലർ വരട്ടെ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടാവും. പോസ്റ്റർ വന്നപ്പോഴേക്കും ഇത്ര ചർച്ച വന്നല്ലോ. അതിനുശേഷം നമ്മൾ മീഡിയയോട് സീരിയസ് ആയിട്ട് പറയാം. ഇന്നിവിടെ വന്നതുകൊണ്ടും നാളെ മുതലാണ് ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് അഭ്യൂഹങ്ങൾ. അപ്പം നമ്മളതൊക്കെ തമാശയോടെ ആണ് എടുത്തു വരുന്നത്. ഇതിൽ മമ്മൂക്ക അഭിനയിക്കുന്നുണ്ടോ, മമ്മൂക്ക വരുന്നുണ്ടോ, ലാലേട്ടൻ വരുന്നുണ്ടോ, നിഖില വിമലിന്റെ ഐറ്റം ഡാൻസ് ഉണ്ടോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താണ്. ലാസ്റ്റ് 8 years ആട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നിട്ടുള്ള എക്സ്പെക്ടേഷൻ, ദ വേ ദേ സീ ഫിലിംസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത്യാവശ്യം ബിഗ് ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഹായ് എവരിവൺ, മിലനി കേരളയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് ദ വൺ ആൻഡ് ഓൺലി വിജയ് ബാബു സർ. ആട് 3 എന്ന് പറയുന്ന ഒരു ഗംഭീര മൂവി റിലീസാവാൻ പോവാണ്. നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും കൂടുതൽ കേൾക്കുക. സോ ഡിലേ വേണ്ട, വിജയ് ബാബുലേക്ക്. ഹായ് സാർ, വെൽക്കം ടു ദ ഫ്ലോ. ഹായ് സാർ, ഞാൻ സാറിനോട് എന്ത് ചോദിക്കണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇന്നലെ തൊട്ട് സാറിനെ പറ്റി ഭയങ്കര സെർച്ചിങ് ആണ്. അപ്പം സാർ ഒരേ സമയത്ത് പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, ബിസിനസ്മാനാണ്. ഇതിൽ ഏത് ടൈറ്റിൽ അറിയപ്പെടാനാണ് ഇഷ്ടം? സോ ഐ ബീൻ ഇൻ ദ മീഡിയ ഇൻഡസ്ട്രി. ഐ മീൻ തുടക്കം തൊട്ട് മീഡിയ ഇൻഡസ്ട്രിയിൽ സ്റ്റാറിൽ നിന്ന് തുടങ്ങി മീഡിയയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ ഓൾവേസ് ലൈക്ക് മൾട്ടി ടാസ്കിങ് ആണ്. എനിക്ക് ഒരു ജോലി എന്ന് പറയുന്നതിൽ കൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഐ ലൈക്ക് ടു enjoy the process, the entire process of entertainment. അപ്പോൾ എല്ലാത്തിലും ഇപ്പം ഞാൻ ന്യൂ കമേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ന്യൂ കമേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 16 പുതിയ ഡയറക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ റീസൺ ബീയിങ് ഐ വോണ്ടഡ് ടു ഗോ ത്രൂ ദ ഹോൾ 9 yards എല്ലാ കാര്യത്തിലും. അപ്പം ഇഫ് യു റിയലി ഐ ഓൾസോ ഇപ്പം അങ്ങനെ ചോദിക്കുകയാണ് ഏത് ടൈറ്റിൽ അറിയപ്പെടാൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ I wanted to be known as a multitasker. Multitask ചെയ്യുന്ന എല്ലാ ഓൾറൗണ്ടർ, എല്ലാ ഇപ്പം I want to direct a film as well. I want to write stories. ബട്ട് ഇപ്പം എല്ലാ ദിവസവും ഓരോ കഥകൾ ഇങ്ങനെ ആലോചിക്കും, കുത്തിക്കുറിച്ച് വയ്ക്കും, നോട്ട്സ് ആക്കി വയ്ക്കും. ചില ഫ്രണ്ട്സിനോട് കാണുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഒരു സ്റ്റോറി വന്നാൽ എങ്ങനെ ഇരിക്കും. ഓ ഇറ്റ്സ് വണ്ടർഫുൾ, ആരും എഴുതിയതാ, ഞാൻ തന്നെ എഴുതിയതാ. പക്ഷേ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിനെ ഫുള്ളാക്കാനുള്ള ക്ഷമ കിട്ടാറില്ല, സമയം കിട്ടാറില്ല. റീസൺ ബീയിങ് ഇപ്പം 13 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, ഫിലിം ഇൻഡസ്ട്രി വന്നിട്ട്. അതിന് മുമ്പും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി തന്നെയാണ്. ഈ 13 വർഷത്തിൽ 24 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക, കുറേ സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ടൈം ഫ്രെയിം, അത് 6 മാസത്തിലൊരു സിനിമ എന്നുള്ള ആവറേജ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഏരിയയിലേക്ക് ഇരിക്കാൻ സമയമില്ല. പക്ഷേ ആട് കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, ഐ വോണ്ട് ടു ബി നോൺ ആസ് എ മൾട്ടിടാസ്കിംഗ്. ഞാൻ പല ഇൻ്റർവ്യൂസും സാറിനെ കണ്ടിട്ടുണ്ട്. അതിൽ എവിടെയും പറയാത്ത ഒരു സാധനമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടക്കം. അതെ, ശരിയാണോ? അത് ചൈൽഡ് ആർട്ടിസ്റ്റ് ഒന്നും പറയാനില്ല. ഒരു ഗ്ലിംസ് വന്നു, കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. അത് സോമനൊക്കെ അഭിനയിച്ചു. അതെ, അത് എൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്. 1983 അപ്പോൾ അന്ന് കുട്ടിയാണ്, എനിക്ക് ഇതൊന്നും അറിയില്ല. ആ വർഷം ഞാൻ ജനിച്ചേ. അപ്പം ഞാനും ആ സമയത്ത് കണ്ടാണ് വളരെ ചെറുപ്രായം. അപ്പം നമ്മൾ ഇതുപോലെ ലൈറ്റ്സിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു, ഒന്നും അറിയില്ല, എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അവിടെ കൊണ്ട് നിർത്തുന്നു, ഇങ്ങനെ പറയാൻ പറയുന്നു, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടായിരിക്കണം നമ്മളൊരു ക്യാമറ കാണുന്നതും ആക്ഷൻ കേൾക്കുന്നതും. പ്രോബബ്ലി അതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് ആ കുട്ടിക്കാലത്ത് ഈ കണ്ട ലൈറ്റ്സും ക്യാമറയും ഇതും അതൊക്കെ ആക്ഷൻ കട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു സെലിബ്രിറ്റീസിനെ കാണുന്നു, അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് മുതൽ, കുട്ടിക്കാലം മുതൽ എൻ്റർടൈൻമെൻറ്റിൽ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരികയും ഒരുപാട് സിനിമ, അന്ന് നമുക്ക് സോഷ്യൽ മീഡിയയോ ഇങ്ങനെയൊന്നുമില്ല. അപ്പം തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകൾ കാണുന്നു,
ടി വി ഒക്കെ വരുന്ന ആ സമയമാണ്. സമയം എല്ലാ വീടുകളിലും എത്തിയിട്ടില്ല. എല്ലാ വീടുകളിലും എത്തിയിട്ടില്ല. അപ്പം ശനിയാഴ്ച ഈവനിങ്ങിലാണ് ഒരു കളർ മൂവി അല്ല അന്ന് ടെലിവിഷൻ വന്നിട്ടില്ല. മൂവി കളറായിരുന്നു സൂര്യ. അപ്പം അതിനകത്തൊരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് സുകുമാരൻ ചേട്ടനാണ് അതിലെ ലീഡ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാനും അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടം അച്ഛൻ വില്ലനാവുന്നു, സുകുമാരൻ ചേട്ടൻ ഹീറോ ആവുന്നു. അതേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഞാൻ നെഗറ്റീവ് ചെയ്യുന്നു. രാജുവും ഇന്ദ്രജിത്തും പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് തീർപ്പ്. അപ്പോൾ കാലം ഇങ്ങനെ കാലചക്രം. ഞാൻ അപ്പം അന്ന് പൃഥ്വിരാജിനോടും ഇന്ദ്രജിത്തിനോടും പറഞ്ഞു ഇങ്ങനെ ഒരു അവർക്ക് നേരത്തെ അറിയാം. അപ്പം അങ്ങനെ അത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഡെസ്റ്റിനിയും കൂടെ ഒരു 40 years അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അല്ല ഉണ്ട്. അപ്പം അന്ന് ഈ സൂര്യനിൽ നിന്ന് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ 1999. അല്ല അത് മേക്കിംഗ് ആയിട്ട് ഇപ്പൊ സൂര്യനെ വെച്ച് നോക്കുവാണെങ്കിൽ കരിയർ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇൻസ്പിറേഷൻ. അത് ട്രിഗർ ചെയ്തത് അവിടെ. അപ്പൊ ട്രിഗർ ചെയ്ത് അങ്ങനെ ആയിരുന്നെങ്കിലും മൈ മദർ നെവർ വാണ്ടഡ് മീ ടു ബി ഇൻ ഫിലിംസ് because my dad lost a lot of money in that film. അതൊന്നൊരു അന്നത്തെ ലെവലിൽ ഭയങ്കര കോസ്റ്റിൽ ഉണ്ടാക്കിയൊരു സിനിമയാണ്. സോ നമ്മുടെ വീട്ടിലെപ്പോഴും സിനിമയിൽ കൊണ്ടുപോയി പൈസ കളഞ്ഞു ഇത് കേട്ടാണ് നമ്മൾ വളർന്നത്. അപ്പം സിനിമ എന്ന് പറയുന്നത് പൈസ കളയാൻ അല്ലെങ്കിൽ നമ്മൾ പൈസ നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് ആണ് എന്ന് പറഞ്ഞ് കേട്ടാണ് വളർന്നത്. അപ്പം അതാ നമ്മുടെ മനസ്സിൽ ഓക്കെ സിനിമയിൽ വരുമ്പോൾ ഭയങ്കര കെയർഫുൾ ആവണം. യു ഹാവ് ടു ടേക്ക് എവറി സ്റ്റെപ്സ് വെരി കെയർഫുള്ളി. അപ്പോൾ സിനിമയിൽ പൈസ കളയരുത് എന്ന് ഞാൻ എന്തെങ്കിലും ഇറങ്ങുമ്പോൾ സിനിമയിൽ പൈസ കളയരുത് വളരെ ശ്രദ്ധിച്ച് അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ അങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് 80% നമുക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. സിനിമയൊന്നും നമുക്ക് നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ. സോ വെൻ കംസ് ടു ആട് 3 ഞാനൊരു സാധാരണക്കാരൻ്റെ മനസ്സോടുകൂടി ചോദിക്കുവാണെങ്കിൽ ഒരു ഇപ്പോൾ നമ്മുടെ പുതിയ ജനറേഷൻ പറയുന്ന പോലെ 80s 90s വസന്തങ്ങൾ എന്നൊക്കെയാണല്ലോ നമ്മൾ വിളിക്കുക. ആ ഒരു കണ്ണോടുകൂടി പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഫോർ ദ ലേമാൻ ഒരു കോമൺ ഇപ്പോൾ ആടിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ ആട് എന്ന ഫ്രാഞ്ചൈസിയെ അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്നത് കൂടുതലും കോമൺ മാനാണ്. ഐ മീൻ ബിക്കോസ് ഇന്നസെൻറ്റ് കോമഡിയാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ ചില ഡയലോഗുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഡയലോഗുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. അപ്പം അവർക്ക് കണക്റ്റ് ആവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സിനിമ ചിരിക്കുന്നത്. എന്നാൽ സിനിമയിൽ വന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആളുകളുടെ വ്യൂയിങ് പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്, ടേസ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ഓഡിയൻസ് അവർക്ക് കുറച്ചും കൂടെ ചിന്തിക്കുന്ന സിനിമകൾ, അതായത് അവർക്ക് ഒരു സിനിമ കാണുമ്പം ഒരു പ്യുവർ എൻ്റർടൈൻമെൻറ്റിലുപരി അവരും കൂടെ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം, അവർക്കതിൽ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഓഫ് ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 5 years ആഫ്റ്റർ കോവിഡ് അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ബിക്കോസ് ദ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ എവറി ഹൗസ് ഹോൾഡ് ഇസ് നൗ എക്സ്പോസ് ടു എ ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഫിലിംസ് അല്ലെങ്കിൽ നാഷണലി ഉണ്ടാകുന്ന പല ലാംഗ്വേജുകൾ എല്ലാം നമുക്ക് മലയാളത്തിൽ കാണാം. ന്യൂ ജനറേഷൻ ഇത് ഇംഗ്ലീഷിൽ തന്നെ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് എക്സ്പോസ് ആകുമ്പോൾ അവർ നമ്മുടെ സിനിമകളിൽ നിന്നും അങ്ങനെ ഒരു മാറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആ മാറ്റങ്ങൾ നമ്മൾ ആടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കളക്റ്റീവ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പം അന്ന് ആട് 1 ഇറങ്ങുമ്പോൾ 5 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് ഇന്ന് 15 വയസ്സ് അല്ലേ. അപ്പോൾ അവർ ആടിനെ എങ്ങനെയാണ് കാണുന്നത് നമുക്കറിയില്ല. അപ്പോൾ എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങളാൽ കഴിയുന്ന വിധം മാക്സിമം അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോൺസെപ്റ്റിൽ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ഇന്നസെൻറ്റ് കോമഡിയിൽ നിന്നും നമ്മൾ കുറച്ച് ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എപ്പിക് ഫാൻറ്റസി എന്നുള്ള ഒരു ജോണറാണ് നമ്മൾ എടുക്കുന്നത്. ഫാൻറ്റസി എലമെൻ്റ് ഉണ്ട്, പ്ലസ് ഹ്യൂമർ എലമെൻറ്റ്
മാക്സിമം നമ്മളിപ്പം പഴയ ഒരു രീതിയിൽ ഇപ്പോൾ ആട് 2 കാണുമ്പോൾ നമ്മൾ ഇന്നും ആസ്വദിക്കുന്നു ഒരുപാട്. ഇപ്പം നമ്മളിപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് 80s-ലെയും 90s-ലെയും സിനിമകളാണ് ഇപ്പോഴും. ഞാൻ ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനിരിക്കുമ്പോഴോ നമുക്കൊന്ന് സ്ട്രെസ് ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഇന്നലെ ഞാനിരുന്ന് കണ്ടത് അക്കരെ 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 എന്ന സിനിമ. അപ്പം എനിക്ക് ആ സീരീസ് നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ, പട്ടണപ്രവേശം, അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഹ്യൂമർ സിനിമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. ഇപ്പോഴും ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ എൻ്റെ മകനോട് പറയാണ്, എടാ നീ ഈ സിനിമ കണ്ടിട്ടുണ്ട്, ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ നീ ഇത് കാണുമെന്ന് പറഞ്ഞ് ഞാൻ ബിക്കോസ് ഐ വാണ്ട് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ വി ഗ്രൂ വാട്ട്. അപ്പം നമ്മൾ വളർന്നു വന്നപ്പോൾ ഉള്ള സിനിമകൾ കാണുന്നുണ്ട്. അവൻ കുറച്ച് നേരം ഇരുന്ന് കാണും, ചിരിക്കും, പിന്നെ അങ്ങ് ബിക്കോസ് അവർ യൂസ് ചെയ്യുന്ന വാക്കുകളോ അവർ ചിന്തിക്കുന്ന രീതികളോ ആയിരിക്കില്ല അത്. അപ്പം ഇപ്പം പടക്കളം എന്ന് പറയുന്ന എൻ്റെ സിനിമ ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു, അമ്മയ്ക്കത് വർക്കായില്ല. പക്ഷേ എൻ്റെ മകനെയും ഫ്രണ്ട്സിനെയും ഇരുത്തി കാണിക്കുമ്പോൾ അവർ കൈയടിച്ച് പാസ്സാക്കുകയാണ്. സോ രണ്ട് ജനറേഷനാണ്. അപ്പോൾ ആട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ 15 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സുള്ള മുതിർന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് ഇന്നസെൻറ്റ് ഹ്യൂമറാണ്, സിറ്റുവേഷണൽ ഹ്യൂമറാണ്. ഇവർക്ക് വേണ്ടത് ചിന്തിച്ച് പോവുകയും വേണം. അങ്ങനെ ഒരു മിക്സ് നമ്മൾ ഒരു അത് റിസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കാം. ആ കളക്റ്റീവ് റിസ്ക് നമ്മൾ എടുക്കുകയാണ്. ബിക്കോസ് എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ. ഇപ്പോൾ ആട് 1, 2 എടുത്ത പോലെ തന്നെ സ്ട്രെയിറ്റ് കോമഡിയിലേക്ക് വന്നു കഴിഞ്ഞാലും ന്യൂ ജൻ ചിലപ്പം പറയുമോ ഇത് പഴയ തന്നെയല്ലേ അന്ന് തന്നെ അല്ലേ. അങ്ങനെ ദാറ്റ്സ് വെരി ഈസി ടു മേക്ക്. നമുക്ക് നോർമൽ, ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് നോർമൽ തിങ്സ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നും അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടുണ്ട്. ആ റിസ്ക് ഇതിലും എടുക്കുന്നു. ബട്ട് ആ ഫ്ലേവർ, ആട് 3-ലെ ഫ്ലേവർ, ഹ്യൂമർ എന്ന് പറയുന്ന ഫ്ലേവർ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ആട് 3-ൽ ഒരു കൃത്യമായ സ്റ്റോറിയുണ്ട്. ഇപ്പം ആട് 1-ൽ നീലക്കൊടുവേലി തപ്പി എല്ലാവരും കൂടെ ഓടുന്നു. സിമ്പിളാണ്. ഒരു നീലക്കൊടുവേലി എന്ന് പറയുന്ന സാധനം തപ്പി എല്ലാവരും കൂടെ പോകുന്നു. ഇപ്പുറത്ത് ആടുമായിട്ട് ഒരു ടീം പോകുന്നു. ആട് 2-ൽ കമ്മട്ടം എന്ന് പറയുന്ന ഒരു സാധനമാണ്, അത് വരുന്നു. ആ കമ്മട്ടത്തിന് പുറകെ എല്ലാവരും പോകുന്നു. അത് വളരെ സിമ്പിളായിട്ടുള്ള. ഇതിൽ അങ്ങനെ ഒരു സിമ്പിൾ പരിപാടിയാണ്. കാരണം ഓവർ ദ ഇയേഴ്സ്, ലാസ്റ്റ് 8 years ആട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, ഐ മീൻ ആൻഡ് വ്യൂവേഴ്സിൻ്റെ ചേഞ്ച് ഇൻ ദ വേ ദേ സീ ഫിലിംസ്, ഇത് രണ്ടും എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത്യാവശ്യം ബിഗ് ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആടിൽ തന്നെ വരുമ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആരാന്ന് ചോദിച്ചാൽ സർബത്ത് ഷമീർ തന്നെയാണ്. അപ്പോൾ സർബത്ത് ഷമീറിനെ നമുക്ക് ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നിൽക്കുകയും, എന്നാൽ സ്ക്രീൻ സ്പേസ് ഇപ്രാവശ്യം ഈക്വലി ഡിവൈഡഡ് ആണ്. അവർ തന്നെ രണ്ട് കഥാപാത്രങ്ങളാണ്. പഴയ ഓഡിയൻസിന് ചിലപ്പം ചിലവരെ നമ്മളിതിപ്പം ഇതിൻ്റെ ബീറ്റ ഓഡിയൻസിനെ വെച്ച് നമ്മൾ കാണിക്കുമല്ലോ എന്താണ്. അപ്പോൾ അവർക്ക് അവരുടെ ക്യാരക്ടേഴ്സ് ഇത് അവർ കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ അവർക്ക് തോന്നാം. പക്ഷേ അത് നമ്മുടെ വിജയമാണ്. അത് നമ്മുടെ ആ ക്യാരക്ടേഴ്സ് എത്രയും അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അവർ തന്നെ ഇപ്പം ജയസൂര്യ തന്നെ 2 കഥാപാത്രങ്ങളെ ചെയ്യും. ആ കഥാപാത്രത്തിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ആണ്. കാരണം ഇനി ആട് 2-ലായാലും സർബത്ത് ഷമീർ മതിൽ ചാടി അങ്ങോട്ട് വരുമ്പോൾ ഒരു കൈയടിയുണ്ട്. അതെ, ഇതൊരു 2 part സിനിമയാണ്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് അഭ്യൂഹങ്ങൾ, ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ തമാശയോടെ ആണ് എടുത്തു വരുന്നത്. ഇതില് മമ്മൂക്ക വരുന്നുണ്ടോ, ലാലേട്ടൻ വരുന്നുണ്ടോ, നിഖില വിമല ഐറ്റൻ ഡാൻസ്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ട്രെയിലർ വരട്ടെ, അതിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ടാവും. പോസ്റ്റർ വന്നപ്പോഴേക്കും ഇത്ര ചർച്ച വന്നല്ലോ. അതിനുശേഷം നമ്മൾ മീഡിയയോട് സീരിയസ് ആയിട്ട് പറയാം എന്നുള്ളത്. ഇപ്പോൾ ഇന്നിവിടെ വന്നതുകൊണ്ടും നാളെ മുതലാണ് ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പറയുന്നു. ഇതൊരു 2 part സീരീസാണ്. ആട് ഞങ്ങൾ 1 last ride എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങി. അതൊരു സർപ്രൈസ് ആയിട്ട് വെക്കാം എന്നുള്ള രീതിയിലാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഫ്രാഞ്ചൈസി, ഇറ്റ് ക്യാൻ ഗോ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ദാറ്റ് വി ഷുഡ് ടെൽ ദ ഓഡിയൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ 2 part സീരീസ്. ദ 3 വിൽ ഫോളോ അഗെയിൻ ബിക്കോസ് അത്രയും ലെങ്ത് ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എന്തായാലും ഈ 15 വന്ന്
15 ഫസ്റ്റ് പാർട്ട് വന്നു, 17 സെക്കൻഡ് പാർട്ട് വന്നു, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് അല്ലേ, ടെക്നിക്കലി ആയിട്ടും അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടും അതിൻ്റെ എഫക്റ്റുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ആ വ്യൂയിങ് ആളുകളുടെ വ്യൂയിങ് പാറ്റേണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിനെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആട് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി. സാധാരണ ഇഫ് യു ലുക്ക് അറ്റ് ആസ് എ ബിസിനസ്, ഐ മീൻ ചരിത്രത്തിൽ ഈ ഫ്രാഞ്ചൈസി വലുതാവും തോറും ഫ്രാഞ്ചൈസി കോസ്റ്റ് കുറയുകയും റവന്യൂ കൂടുകയാണ് ചെയ്യുക. കാരണം ഇപ്പം ഇപ്പം സ്ത്രീ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിയോ ഹൗസ്ഫുൾ എന്നുള്ള അല്ലെങ്കിൽ ഗുൽമാൽ എന്ന് പറയുന്ന നാഷണൽ ഇന്ത്യയിലുള്ള ഹിന്ദിയിലുള്ള ഫ്രാഞ്ചൈസികളെ നോക്കുകയാണെങ്കിലോ എവിടെ നോക്കുകയാണെങ്കിലും ഫ്രാഞ്ചൈസി വലുതാവുമ്പോൾ നമുക്ക് അതിന് എന്തായാലും ഒരു ഫിക്സ്ഡ് റവന്യൂ ഉണ്ട്. അതിൻ്റെ പാറ്റേണിൽ തന്നെ ഹ്യൂമർ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ 8 വർഷത്തിൽ വന്ന മാറ്റം. കോസ്റ്റ് 10 ടൈംസ് ആയിട്ടുണ്ട്. ആട് 2-ൽ നിന്നും ഒരു 7 to 8 ടൈംസ് മോറാണ്. ആട് 1-ൽ നിന്നും 20 ടൈംസ് 30 ടൈംസ് മോറാണ് ഇതിൻ്റെ കോസ്റ്റ്. അപ്പം അത് ഡെഫിനറ്റ്ലി ഈ കഴിഞ്ഞ 8 വർഷത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ വർക്കാവില്ല എന്നുള്ളത് കൊണ്ടും മലയാളി ഓഡിയൻസിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പം മലയാളി ഓഡിയൻസിന് എക്സ്പെക്ടേഷൻ കൂടുതലാണോ? എക്സ്പെക്ടേഷനില്ല. അവർ ഒരുപാട് മറ്റുള്ള സിനിമകൾ ഇതുപോലെയല്ല. നമ്മളെപ്പോഴും ഒരു 10 years എഹെഡാണ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പം. നമ്മുടെ സിനിമ, നമ്മുടെ കണ്ടന്റ് എപ്പോഴും സ്റ്റാൻഡ്സ് ഔട്ട്. വി മേക്ക് അന്നും ഇന്നും എന്നും. അപ്പം നമ്മുടെ മലയാളി ഓഡിയൻസ് IQ ലെവലും അതുപോലെ തന്നെ ആയതുകൊണ്ടാണ് ആ കണ്ടന്റ്. നമ്മുടെ ഇവിടെ ചെയ്യുന്ന സിനിമകൾ 10 വർഷത്തിന് ശേഷവും വേറൊരു ഇൻഡസ്ട്രിയിൽ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ വർക്കാവുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അത്രയും എഹെഡാണെന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും കാലത്തിന് മുന്നേ നമ്മുടെ ഹ്യൂമറിന് കുറച്ചും കൂടി നമ്മുടെ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാട്ടിലും നമ്മളിപ്പം അവരെക്കാട്ടിലൊരു 10 or 15 years എഹെഡാണ്. അതിലെ രാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവിടെ റീമേക്ക് ചെയ്യപ്പെടുമ്പോഴും ഹിറ്റാവുന്നത് നമ്മുടെ ഹ്യൂമർ സെൻസ് കാരണം. അപ്പോൾ അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ എൻറ്റയർ പ്രോസസ്സിൽ ഇപ്പോൾ ആട് 3യുടെ പ്രോസസ്സിൽ ഒരു ടഫസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു മൊമെൻറ്റ് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ താങ്കളുടെ അടുത്തുള്ള എന്തായിരിക്കും? ടഫസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ടഫസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവാക്കി നമ്മൾ എടുത്ത സീനുകൾ നമ്മൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഡയറക്ടർ ചോദിക്കുമ്പോൾ ചേട്ടാ ഇത് ഞാനങ്ങ് തൂക്കുകയാണ് എന്ന് മിഥുൻ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയും കാശ് കളഞ്ഞത്? നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. എല്ലാ ആക്ടേഴ്സും ഇംപ്രവൈസ് ചെയ്യുന്ന ആക്ടേഴ്സാണ്. ബിക്കോസ് ഇതിനകത്ത് അവർ ആ സീനിന് മേലെ അവർ വന്ന് അവരുടെ 100 സീൻ ഉണ്ടെങ്കിൽ അതിലൊരു 1 minute വെച്ചൊരു സീനിൽ കയറിയാൽ അതിൻ്റെ 100 minute കയറും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നമ്മളത് അനുവദിക്കുന്നത് ചിലപ്പോൾ അതിലൊരു ഹ്യൂമർ കിട്ടും. പക്ഷേ അങ്ങനെ അത് ലെങ്ത് കൂടുമ്പോഴും നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഹ്യൂമർ വർക്കാവും, അത് ഒഴിവാക്കാൻ തോന്നത്തില്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഇത് ഒരു പ്ലേസ് ചെയ്യണമല്ലോ. ഓൾറെഡി ലെങ്ത് ഉള്ള സിനിമയാണ്. അപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില സീനുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത സീനുകൾ, ആ ലൊക്കേഷനിൽ അത്രയും വലിയ സെറ്റിട്ട് അങ്ങനെ ചെയ്ത സീനുകൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി യു ആർ ദ പേഴ്സൺ ഹൂ ഈസ് വറിയിങ് അബൌട്ട് ദിസ് ഓൾ അല്ലേ? ഇതിൻ്റെ എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം താങ്കൾക്കാണ്. ഈ പടം വിജയിച്ചാലും എന്തായാലും. അതേ സമയത്ത് തന്നെ ഇതിനകത്തുള്ള ഒരു ഗംഭീര ക്യാരക്ടറും എന്ന് വെച്ചാൽ സർബത്ത് ഷമീർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രണ്ടുണ്ട്. BGM കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിയും വരും. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹ്യൂമർ ഫലിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പണി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരു സൈഡിൽ നിൽക്കുകയും അതേ സമയത്ത് ശരിക്കും ഒരു ശിക്കാരി ശംഭു പോലെയുള്ള ഒരു അല്ലേ, ഐ എം സോറി ഫോർ ദാറ്റ്, അതെ ആ ഒരു ക്യാരക്ടറിനെ ആക്കുമ്പോൾ ഹൗ യു ഡു ദാറ്റ്? ഇറ്റ്സ് ടഫ്. നമുക്ക് ആട് 3-ലാണ് ഞാനത് ഏറ്റവും ഫേസ് ചെയ്തത്. ആട് 2-ൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആട് 3-ലാണ് എനിക്കത് ഇച്ചിരി ടഫായിട്ട് തോന്നിയത്. കാരണം അത്രയും വലിയ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ചെയ്യുമ്പോൾ പല സീനുകളിലും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. മഴ ഞങ്ങൾ ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു. മഴ അപ്പോൾ ആട് 2-ലും നമ്മൾ എഫക്റ്റ് ചെയ്തിരുന്നു. 12-13 ദിവസം മഴ. ഇതിലങ്ങനെയല്ല. അതിനെല്ലാം ഉപരി നമ്മൾ വലിയ വലിയ സെറ്റുകൾ ഇട്ട് വെച്ചിരിക്കുമ്പോൾ
വലിയ മഴ പെയ്യുകയും ആ സെറ്റുകൾ നശിച്ചു പോവുകയും ഒരു സെറ്റ് തന്നെ ഒഴുകിപ്പോവുകയൊക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന നമ്മൾ മുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും. എവിടെയായിരുന്നു ഷൂട്ട്? അത് പാലക്കാട് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ഡാം തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗ്രൗണ്ടായിട്ട് കിടക്കുന്ന സ്ഥലം പെട്ടെന്ന് നമ്മൾ ഒരു വാട്ടർ ബോഡി ആയിട്ട് കാണും. അപ്പോൾ അവിടെ നമ്മൾ മഴ നേരത്തെ വന്നു പ്രാവശ്യം, ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഭയങ്കര സ്ട്രെസ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യേണ്ടി വരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഈ ആട് 3 ഞാൻ കുറച്ച് അത് സ്ട്രെസ്സായി. മറ്റുള്ള സിനിമകളിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ I think I've done justice to as much as possible എന്ന് തോന്നുന്നു. ഇപ്പം എന്താണ് പൊസിഷൻ ആട് 3-യുടെ? ഇപ്പം നമ്മൾ എഡിറ്റ് ലോക്ക് ചെയ്തു. 19 നമുക്ക് വളരെ കുറച്ച് സമയം പോസ്റ്റ് പ്രൊഡക്ഷന് കിട്ടിയുള്ളൂ. കാരണം ഈ മഴ കാരണം ഇപ്രാവശ്യം ഡിസംബർ വരെ മഴ പെയ്തു. അപ്പം 6 ഷെഡ്യൂളായിട്ടാണ്. അപ്പോൾ ആ ഷെഡ്യൂൾ തീർന്നത് തന്നെ ജനുവരിയിലാണ്. അപ്പോൾ ജനുവരി ടു മാർച്ച് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയം ഇത്രയും വലിയ മാഗ്നിറ്റ്യൂഡ്. ദോ നമ്മൾ CG വർക്കൊക്കെ പാരലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, എഡിറ്റ് പാരലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ എഡിറ്റ് ലോക്ക് ചെയ്തു. നമ്മളിത് ഈ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് ട്രെയിലർ ഓൾറെഡി ഔട്ടായിരിക്കും. മാർച്ച് 19 തന്നെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. 2 വലിയ അന്യഭാഷാ ചിത്രങ്ങൾ ഇതിനോടൊപ്പം റിലീസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ വലിയ സിനിമകൾ ആണ്. അപ്പോൾ അതിനും എക്സ്പെക്റ്റേഷൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കണം. നമ്മുടെ ബഡ്ജറ്റിനെക്കാട്ടിലും 10 ഇരട്ടി ബഡ്ജറ്റുള്ള 2 സിനിമകളാണ്. അപ്പം അതും ഒരെണ്ണം ഒരു ഫ്രാഞ്ചൈസിയാണ്. അപ്പം ആ ഒരു ഇതുണ്ട്. പിന്നെ ഇപ്രാവശ്യം മാർച്ച് തൊട്ടിട്ട് മെയ് വരെ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്. സീസൺ ഭയങ്കര ടൈറ്റാണ്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇത്രയും മഴ പെയ്തുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഡിസംബറിൽ ഇറങ്ങാമായിരുന്നതാണ്, പക്ഷേ ഡിസംബറിൽ ഇറങ്ങാൻ പറ്റിയില്ല. അതേപോലെ പല മറ്റു മൂവികളും പല കാരണങ്ങൾ കൊണ്ട് ഇറങ്ങാൻ പറ്റാതെ എല്ലാം ഈ ഹോളിഡേ സീസണിലാണ്. നമ്മുടെ മലയാളത്തിൽ ഈ മഴയും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടിട്ട് വളരെ കുറച്ച് സീസണുകളാണ് ഉള്ളത്. ഹോളിഡേ സീസൺ വിച്ച് ഇസ് വിഷു, ഈസ്റ്റർ, ഈദ്, ഇതെല്ലാം കൂടെ വരുന്ന വെക്കേഷൻ, ഇതെല്ലാം കൂടെ ഒരു വളരെ നല്ല സീസണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓണത്തിന് മഴ പെയ്യാറുണ്ട്. ഓണം കഴിഞ്ഞാൽ പിന്നെ ദീപാവലി, പൂജ, ഹോളിഡേയ്സിൻ്റെ സമയത്തുള്ള ഒരു സീസൺ വരാറുണ്ട്. പിന്നെ ക്രിസ്മസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ 4 സീസണിൽ ആണ് ആളുകൾക്ക് ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് വരുന്നതും. അപ്പോൾ ആ വലിയ സിനിമകളെല്ലാം ആ സമയത്തേക്ക് ചെയ്യും. അപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കുമ്പോൾ വേണോ എല്ലാം കൂടെ ഇങ്ങനെ എല്ലാവർക്കും ആ ഇത് വേണം. അപ്പം മാർച്ച് തൊട്ടിട്ട് മെയ് വരെ ഒരു ആവറേജ് ഫാമിലിക്ക് എല്ലാ സിനിമകളും കാണണമെങ്കിൽ ഒരു ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ, ആ വിൻഡോ മാക്സിമം ഉപയോഗിക്കുക. മാസ് വൈഡ് റിലീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വോട്ടെവർ അതിൻ്റെ ഒരു നമ്മൾ എടുത്ത എഫേർട്ടിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. ആസ് എ വിജയ് ബാബു, ആസ് എ പ്രൊഡ്യൂസർ, ആടിലെ സർബത് ഷമീർ കൂട്ടൂല, ആളെ മാറ്റി നിർത്താം. സർബത് ഷമീർ അല്ലാതെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ? അല്ല, ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ദ്രൻ സേട്ടൻ്റെ ക്യാരക്ടർ PP ശശി എന്ന് പറയുന്ന ക്യാരക്ടർ, ഫാൻ ഫോളോയിങ്സ് ഡെഫിനറ്റ്ലി കൂടുതലുള്ളത് പാപ്പനും ഡൂഡിനും അറക്കലബുനും ഒക്കെ ഫാൻസ് ഉണ്ട്. എങ്കിലും എനിക്ക് പേഴ്സണലി കൂടുതൽ ഒരുമിച്ച് ഞങ്ങൾ അഭിനയിക്കുന്നതും ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉള്ളതും ശശി ആശാനുമായിട്ടാണ്. നിങ്ങൾ കൂടുതൽ കോമ്പിനേഷൻ ഞങ്ങൾക്കുള്ളത് ശശി ആശാൻ. അപ്പം എനിക്ക് പുള്ളി പാവം ഇങ്ങനെ സെറ്റിൽ വരും, ഒരു സാധാരണ പാവം മനുഷ്യൻ പെട്ടെന്ന് പോയിട്ട് ആ ക്യാരക്ടറിലായിട്ട് വന്നിട്ട് പുള്ളി നിന്നൊരു പെർഫോമൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട്. നമുക്കത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആൾക്ക് മുട്ടിടിക്കും. പേഴ്സണലിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അല്ല, എനിക്ക് ആ ക്യാരക്ടർ PP ശശി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര രസമായിട്ടാണ് പുള്ളി പുൾ ഓഫ് ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഇടുക്കിയിൽ ഷൂട്ട് ചെയ്യാണ് ആട് 1. അപ്പോൾ അന്ന് ബേസിക്കലി വാട്ട് ഹാപ്പൻഡ് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം മൈക്ക് ഓഫായി. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഡയലോഗ് പറയുന്ന ഒരു സീനാണ്. അപ്പോൾ ക്യാമറ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്, മൈക്ക് ഓഫാണ്. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നും കേൾക്കാൻ വയ്യ,
ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഒരു ലിപ്പ് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. പുള്ളി വന്ന് ഡബിങ് സ്റ്റുഡിയോയിൽ പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ പുള്ളി എന്താ പറഞ്ഞത്. പുള്ളി വന്നിട്ട് കറക്റ്റായിട്ട് അതാ കൊണ്ട് പിടിച്ചു സൗണ്ട് കൊടുത്തു. അത് സ്ക്രീനിൽ വരുമ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് ഇതെന്താ ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഹൗ ഹംബിൾ സംബഡി ക്യാൻ ബി ഇൻ ലൈഫ് ആൻഡ് ഹൗ ഗ്രേറ്റ് എ പേഴ്സൺ. പേഴ്സണലി എനിക്കിഷ്ടമാണ്, ആ ക്യാരക്ടറിനെ എനിക്കിഷ്ടമാണ്. ഓക്കെ ഫൈൻ. നേരെ ഓപ്പോസിറ്റ് വേഴ്സ് നമ്മുടെ ക്യാരക്ടേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല തീ പറക്കാൻ നമ്മൾക്ക് ഞാൻ അത് എല്ലാ ഈ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ മാനറിസംസ് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും തേർഡ് പാർട്ടിലും വരുമ്പോൾ നമ്മൾ നാച്ചുറലി അതാവുന്നത്. നമുക്ക് അതിൻ്റെ മാനറിസംസ് നമുക്കറിയാം. അരിയൊന്നും ആരും ശരിക്കും അത് ഭയങ്കര ടഫ് അല്ലേ? കാരണം വെച്ചാൽ ഇത് ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വന്തം വീട്ടിലെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ കസിൻസ് ആണോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളാണോ, ചില നമ്മുടെ കൂട്ടുകാർക്ക് വരെ നമ്മൾ അറക്കലബൂ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ തള്ളി നടക്കുന്ന ആളുകൾ. അപ്പം അത് തന്നെ ഇത്രയും വർഷം ഷർബത്ത് ഷമീർ എന്ന് പറയുന്ന ഒരുപാട് ജ്യൂസ് ഷോപ്പുകളുണ്ട് എറണാകുളത്ത്. ഞാൻ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളായിട്ട് തോന്നും ഇവിടെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ വടംവലിയൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം. അപ്പൊ അവിടെയും വടംവലിയുടെ ആന്തമാണല്ലോ നമ്മുടെ പാട്ട്. അപ്പൊ അതൊക്കെ വരുമ്പോൾ ഈ പാട്ട് എൻ്റെ മോളുടെ സ്കൂളിൽ ഈ ഇതിൻ്റെ BGM സോങ് വെച്ച് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഷാജി പാപ്പൻ, ആ ഒരു ഹാജി മസ്താൻ, ആ സാധനമൊക്കെ. അപ്പം ഇത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പം ഇപ്പം ഇവരുടെയൊക്കെ ശരിക്കും ബോഡി ഷേപ്സുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ? അപ്പം അതിനൊക്കെ എങ്ങനെയാണ്? അല്ല, ഇതിന് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അവരുടെ ലുക്കിലും അവരുടെ കോസ്റ്റ്യൂമിലും നമ്മൾ ആ ക്യാരക്ടറിന് ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പം ഷാജി പാപ്പൻ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ആ മീശ വരുമ്പോൾ പുള്ളി ആ ലുക്കിലേക്ക് ഒരു 50% എത്തുന്നു. പിന്നെ ആ കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്ക് അത് ഷാജി പാപ്പനാവുന്നു. അറക്കൽ അബു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ താടിയും ഇതും ആ തൊപ്പിയും അങ്ങനെ ഒരു ലുങ്കി ഉടുത്ത് അത് ഇടുമ്പോഴത്തേക്ക് അറക്കലബോ ആവുന്നു. ഷർബത്ത് ഷമീർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വരെയുള്ള മീശയും ഇതും ഇട്ട് നമ്മുടെ കണ്ണാടിയും വെച്ച് ഒരു സൽമാൻ ഖാനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ആ കോസ്റ്റ്യൂം കൊണ്ടുവരുന്ന എൻഹാൻസ്മെൻ്റ് ഉണ്ട്, പിന്നെ മേക്കപ്പ് കൊണ്ടുവരുന്ന എൻഹാൻസ്മെൻ്റ് ഉണ്ട്. അപ്പം ഇറ്റ്സ് വെരി ഈസി ടു ബ്രിങ് ദോസ് ക്യാരക്ടേഴ്സ്. പലരും ചോദിച്ചു എല്ലാവരും അതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ആ സ്കെച്ച് കൊണ്ടാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ സ്കെച്ചാണത്. പക്ഷേ അന്നത്തെ സ്റ്റാർഡം ആയിരിക്കില്ല. അതെ, ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് വി ഹാഡ്. കാരണം 10 വർഷം മുമ്പുള്ള ആൾക്കാരല്ല ഇന്ന്. ഇപ്പം വിനായകൻ ഇന്നൊരു നാഷണൽ സ്റ്റാറാണ്. സൈജു കുറുപ്പ് ഇന്ന് ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിൽ ഒരാളാണ്. സണ്ണി ആണെങ്കിലും. അപ്പം അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ ഹോം എന്ന് പറഞ്ഞ നമ്മുടെ സിനിമകൾക്ക് ശേഷം ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് പഴയ സിനിമകൾ. അപ്പം ഇത്രയും തിരക്കുള്ള ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കുക. അതിന് ഞങ്ങൾ 6 മാസം ആണ് നമ്മൾ ഷൂട്ട് ടൈം പറഞ്ഞിരുന്നതെങ്കിലും അത് 10 മാസത്തോളം പോയി. ഡേറ്റ്സ് മാനേജ് ചെയ്യുക. അപ്പം സൈജു കുറുപ്പ് 4 സിനിമ വിട്ടിട്ടാണ് ഇതിൽ നിന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ചലഞ്ച് ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ ഒരു പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്തിപ്പോൾ അവർ പറയുന്ന ഡയലോഗ്സിലും അവരുടെ സ്ക്രീൻ സ്പേസിലും ഒക്കെ അത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ മിഥുനത് നല്ല കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആട് 3? ഇറ്റ് വിൽ ബി എൻ്റർടൈനർ പ്ലസ് കുറച്ച് ഒന്ന് ചിന്തിച്ചിരുന്ന് കാണേണ്ട സിനിമയാണ്. നമ്മൾ ആട് 2 പോലെ ചുമ്മാ ഇരുന്ന് ചിരിക്കുക മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യണം. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒരു ശക്തമായ സ്റ്റോറിയുണ്ട്, ഒരു ഹ്യൂമർ എന്ന് പറഞ്ഞ ഫ്ലേവറുണ്ട്. ഇറ്റ് വിൽ ബി എ ഫാൻറ്റസി എൻ്റർടൈനർ എന്ന് പറയാം. കം ടു നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ AI-യും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പം ഈ തിയേറ്ററിയൽ എക്സ്പീരിയൻസിനൊക്കെ ഇനി എത്ര ഫ്യൂച്ചർ ഉണ്ടാവും? തിയേറ്റർ എക്സ്പീരിയൻസ് വിൽ ഓൾവേസ് റിമെയിൻ. ആ തിയേറ്ററിൽ നമ്മൾ അതിൻ്റെ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. അപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് എപ്പോഴും അത് ഒരിക്കലും മാറില്ല. But having said that, many homes will be converted to will have a theatre എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ എക്സ്പീരിയൻസ് നമുക്ക് എവിടെ കിട്ടുന്നു അത് ചിലപ്പം മാറിയേക്കാം. OTT ചാനലിൻ്റെ ഓണറിൻ്റെ ഒരു
ഡിന്നറിന് ഞാൻ പോയിരുന്നു. അന്ന് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, ഐ വോണ്ട് ടു കൺവേർട്ട് എവറി ഹോം ഇൻ ടു എ തിയേറ്റർ. അത് അവരുടെ വിഷനാണ്, അത് അവരുടെ വിഷനാണ്. ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഒക്കെ വരാം, ചെറിയ ചെറിയ തിയേറ്റേഴ്സ് വരാം. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് will always remain. അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഒരു അല്ലേ എക്സ്പ്ലോറിങ്. പിന്നെ നമുക്ക് കുറച്ച് ആളുകളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു സുഖം, ഇപ്പം നമ്മൾ വീട്ടിലൊരു തിയേറ്റർ വെച്ചാലും നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ആട് പോലുള്ള സിനിമകളൊക്കെ ഒരു 200-300 പേരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു ആനന്ദം നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴോ ടി വിയിൽ കാണുമ്പോഴോ കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ മൾട്ടിപ്ലക്സിൽ കണ്ടാലും മറ്റേ നോർമൽ തിയേറ്ററിൽ കണ്ടാലും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് അതാണ് തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഒരു മേജർ. നമ്മൾ ഒരു കുറേ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് അതിൻ്റെ കൂടെ ചിരിക്കുക, അതിൻ്റെ കൂടെ വൈഫും കണ്ടിട്ട് ഈ മൾട്ടിപ്ലക്സിൽ പോകുമ്പോഴേ എനിക്ക് ചെറിയ തമാശ കിട്ടി വെച്ചിരിക്കും. എനിക്ക് തോന്നുന്നു CID മൂസയിലൊക്കെ നമ്മുടെ ഹരിശ്രേഷ്ഠ 2 ബെഡ് വെച്ച് ചാടിയിട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് വൈഫ് ഇരുന്നിട്ട് ഇങ്ങനെ നുള്ളും, അനാതിരിക്കും മനുഷ്യർ. നമുക്ക് ചിലപ്പോൾ പേടിയാവും, കാരണം നമ്മൾ ഈ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ DA ചെയ്യുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ ഫൈനൽ ഔട്ട് കാണുമല്ലോ. അപ്പോൾ ഹ്യൂമർ പടമായിരിക്കും, 10 പേരെ ഉണ്ടാവുള്ളൂ, നമ്മളെല്ലാവരും കൊണ്ട് ആരും ചിരിക്കത്തില്ല. എല്ലാവരും ഇങ്ങനെ ടെക്നിക്കലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒന്നും അത് ശരിക്കും എനിക്ക് തോന്നുന്നു ആ 10 പേരും ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്ത ആളുകളായിരിക്കും. അതായിരിക്കും ഇതൊക്കെ ചിരിക്കും. പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ പലയിടത്തും നമ്മൾക്ക് ഇപ്പൊ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ഇതേപോലെ ഇരുന്ന് കണ്ടിട്ട് വർക്കാവും എന്നുള്ള പേടി, ആരും ചിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തടുത്ത് ആളുകൾ ഓഡിയൻസ് ചിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു ന്യൂ കമ്മറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു ന്യൂ ഫിലിം മേക്കറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ബി അപ്ഡേറ്റഡ്, ഓൾവേസ് ബി അപ്ഡേറ്റഡ്. സിനിമ വളരുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്ഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിക്കണം. നമ്മൾ കഥ പറയാൻ വരുന്ന പല പിള്ളേരും ഹോംവർക്ക് ചെയ്യാതെ വരും. ഡു യുവർ ഹോംവർക്ക്, ബി അപ്ഡേറ്റഡ്, വാച്ച് മോസ്റ്റ്ലി അതർ ലാംഗ്വേജിലൊക്കെ നടക്കുന്നതും ഇൻഡസ്ട്രി എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. സോ I would always advise them to be updated always when you decide to do something. ഇപ്പോൾ ഇങ്ങനൊരു മൂവിയിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം തന്നെ 15 വന്നു, 17 വന്നു, ഇപ്പോൾ 26 ആട് 3 വരുന്നു. അതിനും ഇപ്പോൾ സാർ തന്നെ ഡിക്ലെയർ ചെയ്തു ഇതിന് 2 പാർട്ട് ഉണ്ടായിരിക്കും എന്നൊക്കെ. ഇതിൻ്റെ ഈ ബഡ്ജറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ? ഒരു സിനിമ നമുക്ക് അത് കിക്ക് വന്നു, ഓക്കെ ദിസ് വി ആർ ഡൂയിങ്, ആ കോൺസെപ്റ്റാണ് നമുക്ക്. പിന്നെ അതിനാവശ്യമായ ബഡ്ജറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ബിസിനസ് പ്ലാൻ ഡെഫിനറ്റ്ലി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വലിച്ചു വാരി ചെയ്തിട്ട് കാര്യമില്ല. സോ ഡെഫിനറ്റ്ലി ആട് പോലൊരു സിനിമയ്ക്ക് നമുക്ക് ഒരു വലിയ സ്കെയിലിലേക്ക് നമുക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റീസണിങ്, അതിനുള്ള ഒരു ആ ഫ്രാഞ്ചൈസിക്കുള്ള ഒരു ഫാൻ ഫോളോയിങ്ങും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഇപ്പം മിഥുൻ ഈ കോൺസെപ്റ്റ് പറയുമ്പം ഞാൻ എൻ്റെ ബഡ്ജറ്റ് അത്യാവശ്യം വലിയ ബഡ്ജറ്റാണ്. വലിയ ബഡ്ജറ്റ് ആകുമ്പോഴും നമ്മൾ ആ ബിസിനസ് പ്ലാൻ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ ഇതിന് ആട് പോലൊരു സിനിമ ഇങ്ങനെ ഇറക്കിയാൽ, ഇങ്ങനെ ഈ സ്കെയിലിൽ ഇറക്കിയാൽ ഇങ്ങനെയുള്ള റിട്ടേൺസ് വരാം, അതിൻ്റെ ROI എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു കളക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ഡിസിഷൻ കൺവിൻസ് ആകുമ്പോഴാണ് എടുക്കുമ്പോൾ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ അതിന് ഓക്കെ ഇന്നൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ ചെയ്താൽ കണ്ടന്റ് വർക്കാവും. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ട ബഡ്ജറ്റാണ് നമ്മൾ ഇടുന്നത്, അല്ലാതെ ഇന്ന ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. ആ സിനിമയ്ക്ക് ആവശ്യമായ, എൻ്റെ അടുത്ത് പലരും സിനിമ പറയാൻ വരുമ്പോൾ സാറേ 3 രൂപയിൽ തീർക്കാവുന്ന ഒരു സിനിമ, ഐ ഹേറ്റ് ഇറ്റ്. ആരാണ് ഇത് തീരുമാനിക്കുന്നത്? നിങ്ങൾ എന്തിനാ 3 രൂപയിൽ സിനിമ ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി നിങ്ങൾ കഥ പറയൂ. നിങ്ങൾ സാറേ 1 രൂപ തീരുന്ന ഒരു സിനിമയുണ്ട്, എനിക്ക് താല്പര്യം 1 രൂപ കഥ പറയൂ. കഥ പറഞ്ഞിട്ട് നമ്മളല്ലേ അത് തീരുമാനിക്കുന്നത്, ഏത് എങ്ങനെ ചെയ്യണം. ഇത് ഇപ്പം സൂഫിയും സുജാതയും എന്ന് പറയുന്ന സിനിമ എൻ്റെ അടുത്ത് ഷാനവാസ് വന്ന് കഥ പറയുമ്പോൾ വളരെ കൊച്ചൊരു കോൺസെപ്റ്റായിരുന്നു. അത് ഒരു റോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് വന്നത്. അന്ന് എനിക്ക് അഭിനയിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സിനിമയാണത്. അപ്പം ഞാൻ ആ കോൺസെപ്റ്റ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ ഷാനവാസ്, ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ, കളർഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെയ്യാം, 2 ടോണിൽ ചെയ്യാം. അങ്ങനെ അത് പിന്നെ സുജാതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമായി.
അങ്ങനെ അത് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ വളരെ ഒരു കാവ്യാത്മകമായ ആദ്യം ഷാനവാസ് പറഞ്ഞ റോ കോൺസെപ്റ്റിലല്ല നമ്മളത് ചെയ്തത്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അതിനെ എലിവേറ്റ് ചെയ്ത് ഇപ്പോൾ അതിഥി റാവ് ഹൈദരിയെ പോലെ ഒരു ആക്ട്രസിനെ കൊണ്ടുവരുന്നു. അത് ഈ ബജറ്റ് അത് വേറെ ലെവലിലാണ് നമ്മളത് ചെയ്തത്. അപ്പം നമുക്കൊരു സിനിമേനെ അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ എലിവേറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ഒരു ഓൾ ന്യൂ കമർ കാസ്റ്റ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ കോൺസെപ്റ്റ് ചില എക്സ്പെരിമെൻ്റലാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പറയും ഫൈൻ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊരു റോ ആയിട്ട് വേറൊരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്തു നോക്കാം. എനിവേ ഇറ്റ്സ് ആൻ എക്സ്പെരിമെൻറ്റ്, സോ വിൽ ടേക്ക് ദ റിസ്ക്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കാര്യം ഫിക്സ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്ന ഈ ഞാനൊരു പടം പിടിച്ചു, അത് ഞാൻ നഷ്ടത്തിലായി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊക്കെ പറയുന്നത് ഈ വർക്ക്ഔട്ട്സുകൾ നടക്കാത്തതുകൊണ്ടാണോ? അത് ചിലപ്പം ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള വർക്കിംഗ് ഔട്ട് അല്ലെങ്കിൽ അതിനൊരു ബിസിനസ്സായിട്ട്, കാരണം വെച്ചാൽ പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സിനിമ ഒരു ഭാഗ്യമാണോ, സിനിമ ലക്കാണോ? ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പകുതി അതിനകത്തൊരു സയൻസ് ഉണ്ട്. ഇതൊരു എല്ലാ ബിസിനസ്സിനെയും പോലെ തന്നെ ഒരു ബിസിനസ്സാണ്, അറിഞ്ഞു ചെയ്യേണ്ട ബിസിനസ്സാണ്. അപ്പം ഏതൊരു പ്രോഡക്റ്റിനെയും പോലെ 4 P's ഓഫ് വർക്ക്സ് ചെയ്യുക: ദ പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. ഈ 4 എണ്ണം ഒത്തുവരുമ്പോഴാണ് ആ പ്രോഡക്റ്റും സക്സസ്ഫുൾ ആവുന്നതെന്ന്. പിന്നെ കുറച്ച് ഭാഗ്യങ്ങളും അതിനകത്ത് വേണം. സിനിമ ഒരു ഭാഗ്യം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് ഇതിൽ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് മറ്റുള്ളൊരു ഇൻഡസ്ട്രിയെ പോലെ അല്ല, ഇതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ കമ്പിക്ക് എത്ര വില, സിമെൻറ്റിന് എത്ര വില, അതിന് ഒരു സ്ക്വയർ ഫീറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് എത്ര രൂപയാവുമെന്ന് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് അല്ലേ? അതേപോലെ നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിഞ്ഞാൽ അവിടെ ഇത്ര രൂപയ്ക്ക് മാർക്കറ്റ് പ്രൈസ് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്ന ഒരു 5 to 10% ഡിപ്പെൻഡിങ് അപ്പോൺ അതിൻ്റെ കോസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് വരിക. സാധനം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ സിനിമ അങ്ങനെയല്ല. സിനിമയ്ക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഇല്ല. അത് മറ്റുള്ള ഔട്ട്സൈഡ് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്ത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു, എത്രയോ ദിവസം മേക്കിങ്ങിൻ്റെ സമയത്ത് ഷൂട്ട് കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അതിനിപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കുഴപ്പമില്ല, അന്ന് പണിയില്ല, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ടൈം ഡിലേ ഉണ്ടാവുന്നേ ഉള്ളൂ. അതെ, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കോമഡേഷൻ, ഫുഡ്, ബാറ്റ, അത് എല്ലാം ടിക്കിംഗ് ആണ്. ഓരോ ദിവസവും ടിക്കിംഗ് ആണ്. അപ്പം ഷൂട്ട് നടക്കാത്ത ദിവസങ്ങളിലും നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും. അതേപോലെ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പിക്കും സിമെന്റിനും എന്താ വില എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഒരു ആക്ടറിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അവരുടെ വാല്യൂ ഇന്ന് പറയുന്ന വാല്യൂ ആയിരിക്കില്ല നാളെ, അല്ലേ? അത് നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ചും നമ്പർ ഓഫ് ഇതനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കോസ്റ്റ് ഒരു സിനിമയ്ക്ക് ഇടുന്ന കോസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു. ഇപ്പം ഇന്ന് ഫിക്സ്ഡ് ആയിട്ടൊരു കോസ്റ്റ് ഇല്ല. അതാണ് എൻ്റെ വേറൊരു ഫാക്ടർ. നമ്മൾ ഒരു വർഷം മൊത്തം ചെയ്യുന്ന പണി ഒരു ദിവസം കൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാം. ആ ഒരു ദിവസം എന്ന് പറയുന്നത് അവിടെയാണ് ലക്ക് എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങുന്ന ആഴ്ച പെട്ടെന്ന് ഒരു പ്രളയം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നു, എന്തെങ്കിലും ഇഷ്യൂ വന്നു, പൊളിറ്റിക്കൽ അങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിരിക്കും. ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പം ഒരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററായ ഒരു സിനിമ വന്നെന്ന് വെച്ചു, നമ്മളൊരു ചെറിയ പടമാണ് ഇറക്കിയത്, അല്ലേ? അതിന് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഈ ഔട്ട്സൈഡ് ഫാക്ടേഴ്സാണ് നമ്മൾ ഈ ലക്ക് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ലക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ സിനിമയിൽ നമ്മൾ ആ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, നമ്മൾ എത്ര കോസ്റ്റിലാണ് ഇത് നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തോ, നമ്മൾ ഇറക്കുന്ന ടൈം, ഇതൊക്കെ നമ്മൾ ലോജിക്കലി ആലോചിച്ച് ചിന്തിച്ച് ഡിസൈഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പം ഹാഫ് ഇസ് ലക്ക്, ഹാഫ് ഇസ് സയൻസ്. ഒരു പ്യോർലി ഇതിനൊരു ബിസിനസ് മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ സിനിമ ഇൻഡസ്ട്രി? ഡെഫിനറ്റ്ലി ഞാൻ അതിനൊരു പ്യോർ അതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഭാഗ്യവും വേണം. അത് എല്ലാ ബിസിനസ്സിലും ഉള്ള പോലെ. പക്ഷേ ഇതിൽ ഇച്ചിരി കൂടുതൽ ഭാഗ്യം വേണം, എല്ലാം ഒത്തു വരണമെങ്കിൽ. എല്ലാം ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു, ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഇത് കുറേ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ആ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ മാനേജ് ചെയ്യുക എന്നുള്ള അപ്പം ഒരു ആക്ടറിൻ്റെ മൂഡ്
മാറിയിരിക്കുകയാണ്. അതിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചാൽ ആ സിനിമയെ ബാധിക്കും. അങ്ങനെ ഒരുപാട് അവരുടെ ഒരു മെൻ്റൽ ഫ്രെയിം ഓഫ് മൈൻഡും നമുക്ക് ചിലപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യം. അപ്പോൾ ബിയോണ്ട് കൺട്രോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ എല്ലാം ഇതിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാം ഒത്തു വരുമ്പോഴാണ് ഇത് വരുന്നത്. അങ്ങനെയും ഒരു കാര്യമുണ്ടല്ലോ. ആഫ്റ്റർ ഫിലിം മേക്കിംഗ് ഒരു പ്രൊഡ്യൂസർ ഫേസ് ചെയ്യുന്ന ടെൻഷൻ എന്തായിരിക്കും? ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഒരു 50% ഓഫ് ദ ജോബേ കംപ്ലീറ്റഡ് ആണല്ലോ. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ ജോലി മെയിനായിട്ട് തുടങ്ങുന്നത് അവിടെയാണ്. സോഷ്യൽ മീഡിയ റിവ്യൂസ്, പ്രൊമോഷൻസ്, റിവ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്. ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു TG നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ സിനിമ എന്താണോ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്, നമ്മുടെ ഓഡിയൻസ് TG ഏതാണോ അതാണ് നമ്മുടെ പ്രൈമറി ഓഡിയൻസ്. ആ പ്രൈമറി ഓഡിയൻസിലേക്ക് അതിനെ മാർക്കറ്റ് ചെയ്യുക, ആ ഓഡിയൻസ് ഉള്ളിലെത്തുക എന്നുള്ള ഒരു ചലഞ്ചുണ്ട്. ഇപ്പം ഈ റിവ്യൂസ് എന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്, റിവ്യൂസ് മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്ത രീതി വെച്ചിട്ട് അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അല്ലേ. ആ എക്സ്പെക്റ്റേഷനിൽ പോയി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. അത് അവരുടെ TG ആയിരിക്കും. അവർക്കും അവർ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ അവർ മനുഷ്യരാണ് അല്ലേ. അവരുടെ ഏജ് ഗ്രൂപ്പും അവരുടെ സ്വഭാവം, അവർ മെയിൽ ഫീമെയിൽ, ഇതെല്ലാം അവരുടെ ടേസ്റ്റും അതിനനുസരിച്ച് ഉണ്ടാവും അല്ലേ. എല്ലാവർക്കും നോട്ട് എവറി ഫിലിം ഇസ് എവറി കപ്പ് ഓഫ് ടീ എന്ന് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൈമറി ഓഡിയൻസിനെ ആദ്യം തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം കൂടുതൽ ആ ഓഡിയൻസിലേക്ക് ഈ സിനിമ എത്തിക്കാനുള്ള ഒരു പെടാപ്പാടുണ്ട്. അതാണ് ശരിക്കും പ്രൊഡ്യൂസർ അനുഭവിക്കുന്ന പെയിൻ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ഒരാളെ ഏൽപ്പിച്ചു കാര്യങ്ങളൊക്കെ. ആട് 3ക്ക് എന്താണ് പ്രൊമോഷൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ആട് 3ക്ക് അങ്ങനെ ഒരു വൈഡ് റിലീസാണ്, മാസ് ഫിലിമാണ്. ഇതിനങ്ങനെ പ്രത്യേക TG ഇല്ല. എല്ലാ കാറ്റഗറി ആളുകൾക്കും ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള എത്ര വയസ്സ് വരെ എവിടെയെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് മാർക്കറ്റിംഗ് പ്ലാനാണ്. ബേസിക്കലി നമ്മളിപ്പം പടക്കളം എന്ന് പറഞ്ഞ സിനിമയിൽ സോഷ്യൽ മീഡിയ ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. കാരണം ഇന്നത്തെ അത് ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. ഒരു 10 to 12 years to 30 years ഓൾഡ് ആയിരുന്നു. അപ്പം അവരെല്ലാം കൂടുതലും സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആയിരുന്നു. ആട് ഒരു ഔട്ട്ഡോർ ബേസ്ഡ് ആയിട്ടുള്ള മാസ് മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസാണ് കൂടുതലും. ഔട്ട്ഡോർ, റേഡിയോ, TV, പ്രിന്റ്, അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ നാച്ചുറൽ ഗ്രോത്തുള്ള ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ട്. കാരണം ആടിൻ്റെ ഫ്രാഞ്ചൈസിയുടെ ഫാൻസ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരതിനെ ക്യാരി ചെയ്യുന്നുണ്ട്. സോ ഔട്ട്ഡോർ റിലേറ്റഡ് ആയിട്ടുള്ള ഷാജി പാപ്പനൊക്കെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ക്യാരക്ടർ. ഞങ്ങൾ ഫസ്റ്റ് ഇത് കാണുമ്പോഴേ അന്നൊരു ട്രെൻഡ് മുണ്ടൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, നമ്മുടെ ഷാജി പാപ്പൻ മുണ്ട്. അതുപോലെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വരുന്നത്? അല്ല, എല്ലാ ആടിലും ഷാജി പാപ്പൻ്റെ ഒരു സ്റ്റൈല് മാറ്റമുണ്ട്, ഇപ്രാവശ്യം ഉണ്ട്. അത് പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് ഓൾറെഡി. അത് പതുക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു വരുന്നു. What else you can talk about? That's it. I mean, കൂടുതലൊന്നും പറയാനില്ല. ആട് ഉടനെ തിയേറ്ററിലെത്തും. അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാ സിനിമകളിലും ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യാറുണ്ട്. നമുക്ക് നമ്മുടെ കാര്യമില്ലേ പറയാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയെ വിശ്വസിച്ച്, എന്നെ വിശ്വസിച്ച് വേണു കുന്നപ്പള്ളി, കാവ്യ ഫിലിംസ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും നല്ല ബാനറുകളിലൊന്നാണ്, അദ്ദേഹവും ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് തോന്നുന്നു. അതെ അതെ അതെ. ഇത് വലിയൊരു സ്കെയിലിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പോയി സംസാരിക്കുകയും അദ്ദേഹം അതിൽ എന്നോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ പൈസയും തിരിച്ചു കിട്ടട്ടെ, അതിൻ്റെ ഒപ്പം എനിക്ക് എൻ്റെ പൈസയും തിരിച്ചു കിട്ടട്ടെ, അതിൽ എടുത്ത റിസ്കിനും കുറച്ച് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടട്ടെ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കാനുള്ള ആരോഗ്യവും ആയുസ്സും പൈസയും എല്ലാം ഇതിൽ നിന്ന് കിട്ടട്ടെ എന്ന് പറയാം. ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു ജോണറിലൂടെ അല്ലേ പോണേ. അപ്പോൾ അതെന്തായാലും ഡെഫിനറ്റ്ലി താങ്കൾക്ക് കിട്ടും എന്നുള്ളതിൽ 100% ഉറപ്പ്. വി ആർ ഓൾ അപ്പോൾ ഫസ്റ്റ് ഡേയിൽ തിയേറ്ററിൽ കാണാം, എന്നിട്ട് ഡെഫിനറ്റ്ലി എൻ്റെ അഭിപ്രായം വിളിച്ചു പറയും. ഡെഫിനറ്റ്ലി. അപ്പം എല്ലാവിധ ആശംസകളും. ഏറ്റവും ഭംഗിയായിട്ട് ഈ മൂവി ബ്ലോക്ക് ബ്ലസ്റ്റർ ആവട്ടെ, അടിച്ച് തകർക്കട്ടെ എല്ലാ റെക്കോർഡുകളും.